മാറിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രൈസ്, പോളിസി, സ്ട്രാറ്റജി ഇതെല്ലാം ഈ ചായയാണ് വരുന്നത്. ഹായ് ഓൾ, വെൽക്കം യു ആൾ ടു എൻട്രിയ. ഐ ആം കാവ്യ. നമുക്ക് ഇപ്പം ചായ കുടിച്ചാലോ? നമുക്കറിയാം, എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അല്ലേ? എന്നാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ചായയായിട്ട് റിലേറ്റ് ചെയ്യുക? നമുക്കപ്പം അല്പം ചായ കുടിച്ചുകൊണ്ട് എക്കണോമിക്സ് കേൾക്കാം. ചായക്കോപ്പയിലെ ഇക്കണോമിക്സ്. സോ ചായക്കോപ്പയിലെ എക്കണോമിക്സ് എന്താണ് എന്നായിരിക്കും നിങ്ങൾ പലവരും ചിന്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, കോംപ്ലിമെന്റ് ഗുഡ്, ഇതിനെക്കുറിച്ചെല്ലാം ആയിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഓടിയെത്തിയിരിക്കുന്നത്. എന്നാൽ അതൊന്നുമല്ല ഞങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എക്കണോമിക്സിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറി ഏതാണെന്നല്ലേ? ബ്രൗവേഴ്സ് ഫിക്സഡ് പോയിന്റ് തിയറം. അതെങ്ങനെ നമുക്ക് ചായയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ചായ കോപ്പയുമായി എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊന്ന് പഠിക്കാം. സോ ബ്രൗവേഴ്സ് ഫിക്സഡ് പോയിന്റ് തിയറം എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ഇക്വിലിബ്രിയത്തിന്റെ ഏരിയയിൽ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. എന്താ ഇക്വിലിബ്രിയം? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അതായത് നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ HSST എക്കണോമിക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ജോലിയൊക്കെ കിട്ടി എന്ന് തന്നെ വിശ്വസിക്കാം. കിട്ടൂല്ലേ? അതുറപ്പാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകത്തോട് കൂടി അങ്ങ് ലൈഫ് സെറ്റ് ആയി അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ പറയാം? ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇക്വിലിബ്രിയം ഇംപ്ലൈസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അത് രണ്ട് രീതിയിലുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? പാർഷ്യൽ ഉണ്ട്, യെസ്, പിന്നെ ജനറലും ഉണ്ട്. അപ്പൊ ജനറൽ ഇക്വിലിബ്രിയവുമായിട്ട് വേർ ഓൾമോസ്റ്റ് ഓൾ മാർക്കറ്റ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം അല്ലേ? അപ്പൊ ജനറൽ ഇക്വിലിബ്രിയവുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ് ബ്രൗവേഴ്സ് ഫിക്സഡ് പോയിന്റ് തിയറം എന്ന് പറയുന്നത്. മാത്രമല്ല കേട്ടോ, ഗെയിം തിയറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിട്ടും ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോഷൻ ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാ ഈ ചായക്കോപ്പ, ചായ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നല്ലേ? നമുക്കിതൊന്ന് വളരെയധികം ക്രിസ്റ്റൽ ക്ലിയർ ആയി വെട്ടിക്കീറി എന്ന് പഠിച്ചു കളയാം അല്ലേ? ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് സ്റ്റേബിൾ ഔട്ട്കം. ഫിക്സഡ് പോയിന്റ്, a situation where nothing changes anymore. For example, prices or strategies remains the same after adjustment. അപ്പൊ നമ്മളുടെ ചായക്കോപ്പയിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ ഈ ചായക്കോപ്പയിൽ നമുക്ക് ചായ ഉണ്ട് അല്ലെ? ഈ ചായക്കോപ്പയിലെ ചായയെ ഞാനൊന്ന് നല്ലപോലെ സ്റ്റിർ ചെയ്യാമെന്ന് വിചാരിക്കാം. ആ ഉള്ളിലുള്ള ചായക്കോപ്പയുടെ ഉള്ളിലുള്ള ആ ചായക്ക് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? പുതിയതായി പുറത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയി ചായ ആഡ് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല അല്ലേ? ഇറ്റ് റിമെയിൻസ് സ്റ്റേബിൾ, ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. സോ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒന്നും മാറുന്നില്ല. പ്രൈസ്, സ്ട്രാറ്റജി, ഈവൻ ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എക്കോണമിയിൽ എന്ത് തരത്തിലുള്ള ടെൻഡൻസിയും സംഭവിച്ചുകൊള്ളട്ടെ, പക്ഷേ എന്താ സംഭവിക്കുന്നത്? പ്രൈസിലോ അല്ലെങ്കിൽ സ്ട്രാറ്റജിയിലോ ഏത് തരത്തിലുള്ള ഫ്ലക്ച്വേഷൻ വന്നാലും ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഈവൻ ആഫ്റ്റർ ദി അഡ്ജസ്റ്റ്മെന്റ്. ചായക്കോപ്പയിലെ ചായ പോലെ ചായയിൽ ഒന്നും സംഭവിക്കുന്നില്ല, പുതിയതായി നമ്മൾ ചായ ഒഴിക്കുന്നുമില്ല. മറിച്ച് ആ കോപ്പയിലുള്ള ചായ തന്നെയാണ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ദ സെയിം പ്രോസസ്. നെക്സ്റ്റ് ഇസ് കണ്ടിന്യൂസ് സിസ്റ്റം. ചേഞ്ചസ് ഹാപ്പൻ സ്മൂത്ത്ലി, നോട്ട് സഡൻലി. സ്മോൾ ചേഞ്ചസ് ഇൻ പ്രൈസ് ഓർ സ്ട്രാറ്റജി ലീഡ്സ് ടു സ്മോൾ ഇഫക്റ്റ്. ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ചായക്കോപ്പയിലെ ചായയുണ്ട് അല്ലെ? ആ ചായയിൽ ഞാനൊരു തുള്ളി പഞ്ചസാര ഇട്ടു, എന്താ സംഭവിക്കുക? ചായയുടെ മധുരം ആഡ് ചെയ്തു അല്ലെ? അതുപോലെയാണ് നമ്മളിവിടെ ആദ്യം ചായക്കോപ്പയിലെ ചായയിൽ കുറച്ച് മധുരം ഇടും, നമ്മളൊന്ന് അതിങ്ങനെ പതുക്കെ കലക്കി അതെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ അല്ലെ? അയ്യോ പോരല്ലോ, ഒട്ടും മധുരം ഇല്ല. കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യും? മധുരം അങ്ങ് ആഡ് ചെയ്യും, വീണ്ടും നമ്മൾ സ്റ്റിർ ചെയ്യും, അതും ഒന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കൂ അല്ലെ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത്ലി ആയി ഇൻ എ സ്ലോ പേസിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിൽ പ്രൈസിൽ മാറ്റം വരാം, സ്ട്രാറ്റജീസിൽ മാറ്റം വരാം, പക്ഷേ അപ്പോഴും എന്താണ്? വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്മോൾ ലെവൽ ഓഫ് ചേഞ്ചസ് ആണ് അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് കോമ്പാക്ട് സ്പേസ്. എന്താണ് കോമ്പാക്ട് സ്പേസ്? ഓൾ പോസിബിൾ വാല്യൂസ് ആർ ലിമിറ്റഡ് ആൻഡ് കണ്ടെയ്ൻഡ്. Price or strategy cannot go to infinity. They stay within a fixed range. ചായ കോപ്പ എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ചായക്കോപ്പയുടെ അകത്ത് ചായ ഇങ്ങനെ നമുക്ക് സ്റ്റിർ ചെയ്യാം, പക്ഷേ
ഈ ഒരു ചായ കോപ്പ എന്ന് പറയുന്ന ഒരു ലിമിറ്റ്, അല്ലെങ്കിൽ ആ ക്ലാസ് എന്ന് പറയുന്ന ഒരു ലിമിറ്റ് നമുക്ക് അവിടെ എന്തുണ്ട്, അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചായ കലക്കാനായിട്ട് സാധിക്കും. എന്നാൽ പുറത്ത് ഞാൻ സ്പേസ് ഇട്ടിട്ട് അല്ലെങ്കിൽ പുറത്ത് സ്പൂൺ ഇട്ടിട്ട് എനിക്കിവിടെ ചായ കലക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. കാരണം എന്താ, ക്ലാസ് ഇവിടെയല്ലേ നിൽക്കുന്നത്. സോ എനിക്ക് എങ്ങനെയാണ് ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ചായ കലക്കാൻ പറ്റുന്നത്? ഒരിക്കലും സാധിക്കില്ല അല്ലെ. സോ ബേസിക്കലി എന്താണ്, ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ കണ്ടീഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്ത് തരത്തിലുള്ള പോളിസി ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള മെക്കാനിസവും ആയിക്കൊള്ളട്ടെ, അവിടെ എല്ലാത്തിനും എന്തുണ്ട്, ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഉണ്ട്. അടുത്തത് കോൺവെക്സ് സ്പേസ്. ഇഫ് ടു ചോയ്സസ് ആർ പോസിബിൾ then any mixture of those choices is also possible. For example, if two price levels of strategy are allowed, any average of them is also allowed. അതായത് ഇപ്പൊ നമ്മുടെ എക്കോണമിയിലെ കണ്ടീഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പല കോമ്പിനേഷൻസും അവൈലബിൾ ആണ് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏത് തരത്തിലുള്ള സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു, ഏത് തരത്തിലുള്ള പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, അത് എല്ലാം എന്ത് തന്നെയായിരിക്കും, ഒരേ രീതിയിൽ തന്നെയായിരിക്കും ഇമ്പാക്ട് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ക്ലാസ് അല്ലെ, ഒരു ക്ലാസ്സിൽ കുറച്ച് ചായ ഉണ്ട്. ഈ ചായയെ 2 ക്ലാസ്സുകളിലേക്കായിട്ട് ഞാൻ ഒഴിക്കുകയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇട്ടു, രണ്ടാമത്തെ ക്ലാസ്സിലും ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇട്ടു. രണ്ടും നല്ല രീതിയിൽ ഞാൻ കലക്കുവാണ്. രണ്ടിനും ഒരേ ടേസ്റ്റ്, ഒരേ തരത്തിലുള്ള ഷുഗർ എസൻസ് അല്ലേ കാണുക. The same thing that applies here. Next is, ഇതെന്താണ് അപ്പോൾ ആക്ച്വലി മീൻ ചെയ്യുന്നത്? ഇവിടെ പറയുന്നത് പ്രൈസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് നമ്മുടെ എക്കോണമിയിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻസും ആയിക്കൊള്ളട്ടെ, അതിന് ചായക്കോപ്പ പോലെ എന്തുണ്ട്, ലിമിറ്റ് ഉണ്ട് അല്ലെ. ചായയെ നമുക്കിവിടെ പ്രൈസ് ആയിട്ട് പറഞ്ഞാൽ ആ ചായക്കോപ്പ ലിമിറ്റും ആണ് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ കയ്യിൽ സപ്പോസ് വിൽക്കാനുള്ളത് ഒരു ചക്കയാണ്. ചക്കയ്ക്ക് 1 ലക്ഷം രൂപ കിട്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. ദർ ഇസ് എ ലിമിറ്റ് ഫോർ എവറിത്തിങ്. അതുപോലെ തന്നെ നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയിൽ എന്തുണ്ട്, ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി പറയുന്നത് എന്താ, ദാറ്റ് പോയിന്റ് where price or strategy stop changing is called the fixed point, and in economics it represents an equilibrium. ചായ എങ്ങനെ കലക്കിക്കൊണ്ടേയിരിക്കുവാണ്, എപ്പോഴും നമ്മൾ കലക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് കുടിക്കണ്ടേ ചായ, വേണം അല്ലേ. അപ്പൊ ചായ ഇങ്ങനെ കലക്കിക്കൊണ്ടിരുന്നാൽ കുറച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ചായ അതിൻ്റെ ഉള്ളിലുള്ള ചായ കലങ്ങി 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 ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പം അത് സ്റ്റേബിൾ ആയില്ലേ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, അത് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എടുത്ത് കുടിക്കാല്ലേ. ദ സെയിം തിങ് നമ്മുടെ എക്കോണമിയിൽ പല ഫ്ലക്ച്വേഷൻസും വരും, പല കണ്ടീഷൻസും വരും വിത്തിൻ എ സർട്ടൻ ലിമിറ്റ് അല്ലേ. നമുക്ക് ഒരുപാട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ എക്കോണമിയിൽ അത് ടു മച്ച് ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യാം, ഡിഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ അങ്ങനെയല്ല, നമ്മുടെ എക്കോണമിയിൽ സ്റ്റെബിലിറ്റി കണ്ടീഷൻ വരുന്നു, വിച്ച് ഓട്ടോമാറ്റിക്കലി റിസൾട്ട്സ് ഇൻ ആൻ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ. സോ ഇതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ ഇക്വിലിബ്രിയം തിയറത്തിലാണ് നമ്മൾ ബേസിക്കലി ഇത് അസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത്. വാലുവേഷൻ ഇക്വിലിബ്രിയത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അവിടെ എന്താ വരുന്നത് വെച്ചാൽ സപ്ലൈ ഡിമാൻഡ്, കാരണം ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ടാവും അല്ലെ. ഈ മാർക്കറ്റ്സിലെല്ലാം ഓരോ മാർക്കറ്റിലും ഇക്വിലിബ്രിയം കൊണ്ടുവരിക, ദാറ്റ് വോണ്ട് ബി പോസിബിൾ. പക്ഷെ എന്നിരുന്നാലും സർട്ടൻ ഇക്വിലിബ്രിയം ഫാക്ടേഴ്സ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് ഗെയിം തിയറി. ഗെയിം തിയറി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മിക്സഡ് സ്ട്രാറ്റജി നാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ എന്താണ്, നമ്മളെ പ്ലെയേഴ്സിന് മിക്സഡ് സ്ട്രാറ്റജിന്റെ ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, അവർക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ ഒരു കോൺവെക്സ് സ്പേസ് ഉണ്ട്. കോൺവെക്സ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ചായ കോപ്പയാണ് അല്ലെ. അതായത് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, അതൊക്കെ ബിയോണ്ട് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പോളിസിയും കൊണ്ടുവരാനായി പറ്റില്ല. പിന്നെ അതുപോലെ എന്താ, ദ ബെസ്റ്റ് റെസ്പോൺസസ് ഓഫ് പ്ലേയേഴ്സ് ടു ഈച്ച് അതർ ഫോം എ കണ്ടിന്യൂസ് മാപ്പിംഗ്. എല്ലാവരും ശ്രമിക്കുന്നത് എന്തിനാ, കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ശ്രമിക്കുന്നത് എന്തിനാ, മാക്സിമൈസേഷൻ ഓഫ് ദിയർ വെൽഫെയർ വിത്തിൻ എ പെർട്ടിക്കുലർ സെറ്റ് ആണ് അല്ലെ. ഒരു ചായ നമ്മൾ പൈസ കൊടുത്ത് 10 രൂപ കൊടുത്തൊരു ചായ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ലക്ഷ്യം, ആ ചായയിൽ നിന്നും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഒറിജിനേറ്റ് ചെയ്യുക.
ദ സെയിം തിങ് അപ്ലൈസ് ഹിയർ ഓൾസോ. സോ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഓൾറെഡി നമ്മുടെ ടീ, നല്ല ചായ അല്ലേ, ഓക്കെ. അപ്പം ടീയുമായിട്ട് റിലേറ്റ് ചെയ്യാണ്. നമ്മളിങ്ങനെ ചായ എന്ത് ചെയ്യാണ്, ദാ കലക്കിക്കൊണ്ടേയിരിക്കുവാണ് ചെയ്യുന്നത്. ഇവിടെ പ്രൈസ്, പോളിസി, സ്ട്രാറ്റജി ഇതെല്ലാം ദാ ഈ ചായയാണ് വരുന്നത്. പക്ഷേ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിക്ക് പ്രൈസ് ബിയോണ്ട് ആയിട്ടോ അല്ലെങ്കിൽ വളരെ വലിയൊരു സ്ട്രാറ്റജിയോ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കില്ല. കാരണം ദാ ഇവിടെ ഇങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ, ചായ അല്ലേ, ചായക്കോപ്പയിൽ കിടക്കുന്ന പോലെ ഇവിടെ വരുന്ന പ്രൈസ് സ്ട്രാറ്റജിക്ക് എന്തുണ്ട്, ദർ ഇസ് എ പെർട്ടിക്കുലർ ലിമിറ്റ്. അതുക്കും ബിയോണ്ടായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ചായ എന്ന് പറയുന്നത് പ്രൈസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണ്. സ്റ്റിറിങ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു, അതായത് കണ്ടീഷൻസ് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുവാണ്. കപ്പ് എന്ന് പറയുന്നത് എന്താ, ലിമിറ്റ് ആണ്, അതൊക്കെ ബിയോണ്ടായി നമുക്ക് ഒന്നും ചെയ്യാനായി സാധിക്കില്ല. സോ ഇൻ എസൻസ് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ചായക്കോപ്പയിലെ ചായയെ പോലെ ഇവിടെ പലതരത്തിൽ നമ്മുടെ എക്കോണമിയും പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചായ സ്റ്റിർ ചെയ്യുന്ന സമയത്ത് അത് കലങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതേപോലെ നമ്മുടെ എക്കോണമിയും ഡേ ബൈ ഡേ ഇങ്ങനെ കലങ്ങിക്കൊണ്ടേയിരിക്കുവാണ്. ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ പല കണ്ടീഷൻസിലൂടെ. ഇതെല്ലാം കലങ്ങി ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുക അല്ലേ. നിങ്ങളെല്ലാം HSST എക്കണോമിക്സ് ക്രാക്ക് ചെയ്യുന്ന പോലെ. അപ്പം അങ്ങനെയുള്ളൊരു കണ്ടീഷനെയാണ് ബ്രൗവേഴ്സ് ഫിക്സഡ് പോയിന്റ് തിയറം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കും ബ്രൗവേഴ്സ് ഫിക്സഡ് പോയിന്റ് തിയറം പോലെ നമ്മളുടെ സ്വപ്നം അല്ലെങ്കിൽ ജനറൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യണം അല്ലേ. അതിനായി എന്ത് ചെയ്യണം, യെസ്, ഉടനെ തന്നെ നല്ല രീതിയിൽ HSST എക്കണോമിക്സിന് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട്, എൻട്രിയിൽ HSST എക്കണോമിക്സിന്റെ വളരെ വലിയൊരു പ്രൈസ് ഡ്രോപ്പാണ് വന്നിട്ടുള്ളത്. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഈ HSST ചായക്കോപ്പയിലെ ചായയോടൊപ്പം കുടിച്ച് നമുക്ക് ഒരുമിച്ച് നേടാം. അപ്പം മറക്കരുത്, ദാ കോണ്ടാക്ട് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ വിളിക്കുക. നമുക്ക് സന്തോഷകരമായി ചായക്കോപ്പയിലെ എക്കണോമിക്സ് പഠിക്കാം. താങ്ക് യു.